ഞാനും ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ ആത്തിക്കും MLA കയറി പോണ ഒരു വിഷ്വൽ എടുക്കാണ്. MLA ഇനി കാറിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അതിൽ ഈ നീല ഷർട്ടിട്ട ഒരു വ്യക്തി വന്നിട്ട് എന്നെ നിങ്ങൾ MLAനെ ഉപദ്രവ ചോദ്യം ചോദിക്കാനാണ് വന്നിക്കണേ പറഞ്ഞിട്ട് എന്നെ തള്ളി. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ആത്തിക്ക് കയറി ചോദിച്ചു. അപ്പോൾ ആത്തിക്കിൻ്റെ കൗത്തിൽ പിടിച്ചു. അതിനുശേഷം എൻ്റെ കൗത്തിൽ പിടിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളെ ഒരു മാധ്യമപ്രവർത്തനം തൊടാൻ നിങ്ങൾക്കൊരു അധികാരമില്ല എന്ന് പറഞ്ഞപ്പോൾ ആത്തിക്കിൻ്റെ ഷർട്ട് പിടിച്ച് വലിച്ച് ബട്ടൺസ് പൊട്ടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ ആളുകളും പോലീസുകാരും കൂടിയിട്ട് അത് മാറ്റി. അതിനുശേഷം ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ചുവപ്പ് ഷർട്ട് ഇട്ട് ചുവപ്പ് ടീഷർട്ടും അതേപോലെ ഒരു കള്ളിമുണ്ടും ഇട്ടിട്ട് മാണിക്കെന്ന പറയുന്ന കേട്ട പേര് ഇയാൾ വന്ന് എൻ്റെ ആദ്യം മുഖത്തൊന്ന് അടിച്ചു. അതിനുശേഷം എൻ്റെ വയറ്റത്തേക്ക് ഒരു ചവിട്ടി. വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ഭാരവാഹിയോടെ വിവരിക്കുന്നതിനിടയിലാണ് മണ്ണാർക്കാട്ടെ പ്രാദേശിക പത്രപ്രവർത്തനെ ചവിട്ടുകൊള്ളുന്ന സാഹചര്യം കൂടി ഉണ്ടായത്. മുമ്പിൽ വെച്ചാണ് ഉണ്ട്. ഞാൻ പറഞ്ഞത് സംഭവം പറഞ്ഞിട്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു കാര്യത്തെ ദയവ് ചെയ്തൊരു സ്വകാര്യ പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് നടത്തിയ ഒരു പരിപാടിയാണ്. ഈ ഒരു പരിപാടി നടത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് കൊണ്ടുവന്ന MLA ഇപ്പൊ എല്ലാവർക്കും അറിയാം. MLAക്ക് ഒരു സംരക്ഷണം ഞങ്ങൾ കൊടുക്കും. MLA ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ അതിന് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി തന്നെയാണ്. അനാവശ്യമായ MLAക്കെതിരെ സംരക്ഷണം കൊടുക്കാനുള്ള ഇച്ഛാശക്തി വ്യാപാരി വ്യവസായ സമിതി അലനല്ലൂർ യൂണിറ്റിലുണ്ട്. അതിനൊരു കാരണം രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളരെ സൗഹാർദ്ദം കഴിയുന്ന ഒരു പരിപാടി അലങ്കോലപ്പെടുത്താൻ വന്ന ആളുകളാണ്. ഒരിക്കലല്ല പരിപാടി അലങ്കോലപ്പെടുത്താൻ വന്നല്ല. അത് നോർമൽ അല്ലാത്ത ആളുകൾ വന്നിട്ട് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ട് PV അൻവറിന് അഭിവാദ്യം അർപ്പിക്കാൻ ഷെയ്ക്കാൻ ചെയ്യാൻ വേണ്ടി വന്ന ഒരാളും പത്രക്കാരും തമ്മിൽ നിങ്ങളെ കൊടുത്തത് രണ്ടുപേരുണ്ടായ എന്തോ ഒരു ഇഷ്യൂ അത് വന്ന വയനായി അത്രേ ഉള്ളൂ. ദയവ് ചെയ്തിട്ട് PV അൻവറിനെതിരെ ഇരു കൈ നീട്ടിയാണ് അലനല്ലൂർ ഗ്രാമം സ്വീകരിച്ചിട്ടുള്ളത്.